ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്ന യൂണിറ്റിലെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, 2020 ശേഷം വന്നിട്ടുള്ള നെറ്റ് പരീക്ഷകളിൽ ജനറൽ പേപ്പർ ഭാഗത്ത് നിന്ന് ഈ ഒരു പാഠഭാഗങ്ങൾ കൃത്യമായി തന്നെ ചോദിച്ചു കാണാറുണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെയും ഒബ്ജക്റ്റീവ്സ് മുതൽ അതിന്റെ ഗോൾസുകൾ, ടാർഗറ്റുകൾ എല്ലാം വളരെ ഡീപ്പായിട്ട് തന്നെ ചോദിച്ചു കാണുന്ന ഒരു വിഷയ മേഖലയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മറന്നു പോവാതെ, മാറിപ്പോവാതെ പഠിക്കേണ്ട ഒരു വിഷയ മേഖല കൂടിയാണ് MDGയും SDGയും. പഠിക്കാൻ കുറച്ചധികം പ്രയാസമുള്ള, കാരണം കുറേയധികം പോയിന്റുകൾ നമുക്ക് ഓർത്തു വെക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കുറേയധികം പോയിന്റുകൾ ഓർത്തു വെക്കേണ്ട ഒരു വിഷയ മേഖല ആയതിനാൽ തന്നെ എളുപ്പത്തിൽ ഈ ഒരു പാഠഭാഗം എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് UN പുറപ്പെടുവിച്ചിട്ടുള്ള 2000 മുതൽ 2015 വരെയുള്ള വർഷകാലയളവിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള 8 ഗോൾസുകൾ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2000 മുതൽ 2015 വരെയാണ്. സാധാരണയായി 8 ഗോളുകളാണ് MDGക്കുള്ളത്. 189 കൺട്രീസിലാണ് ഒരേ സമയം മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിന് 21 ടാർഗറ്റും 60 ഇൻഡിക്കേറ്റേഴ്സുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ 8 ഗോളുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. 1, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. 2, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. 3, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. 4, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ഗോൾ 5, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. Goal 6, combat HIV/AIDS, malaria and other diseases. Goal 7, ensure environmental sustainability. Goal 8, develop a global partnership for the development. സമാനമായി തന്നെ MDGയുടെ കാലാവധി 2015 അവസാനിക്കുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വേൾഡ് വൈഡായി പുതിയ ഒരു പദ്ധതിയെ UN പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ പദ്ധതിയാണ് SDG എന്ന് അറിയപ്പെടുന്നത്. 2012 നടന്നിട്ടുള്ള UN കോൺഫറൻസിന്റെ ഭാഗമായാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 2015 മുതൽ 2030 വരെ കാലാവധിയായി 2030 കൂടി അച്ചീവ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ 17 ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഉള്ളത്. 169 ടാർഗറ്റുകളും 247 ഇൻഡിക്കേറ്റേഴ്സുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ നെറ്റ് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞത്. SDGയുടെ 17 ഗോളുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗോൾ 1, നോ പോവർട്ടി. ഗോൾ 2, സീറോ ഹങ്കർ. ഗോൾ 3, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. Goal 4, quality education. Goal 5, gender equality. Goal 6, clean water and sanitation. Goal 7, affordable and clean energy. Goal 8, decent work and economic growth. Goal 9, industry, innovation and infrastructure. Goal 10, reduce inequality. Goal 11, sustainable cities and communities. Goal 12, responsible consumption and production. Goal 13, climate change. Goal 14, life below water. Goal 15, life on land. Goal 16, peace and justice, strong institutions. Goal 17, partnership to achieve the goals. 17 ഗോളുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 17ഉം 8ഉം 25 ഗോളുകൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് കാണാതെ പഠിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ നെറ്റ് പരീക്ഷകളിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഗോളുകൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അതായത് ഗോൾ 6 ഏതാണ് എന്നൊക്കെയുള്ള ഓപ്ഷനുകളായി തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗോളുകളെ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളതാണ്
നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. അതിന് നമുക്കൊരു കഥ കേട്ടാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമുള്ളതായിരിക്കും അല്ലെ? കഥ എപ്പോഴും നമുക്ക് രസകരമായി കേൾക്കാനും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളതുമാണ് അല്ലെ? അത്തരത്തിലൊരു കഥയാണ് ഇനി പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, രണ്ട് കഥയുണ്ട് അല്ലെ? നമ്മൾ എല്ലായ്പ്പോഴും, നിങ്ങളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ, ഒരു മോട്ടിവേഷൻ സ്റ്റോറി ഉണ്ടായിരിക്കും അല്ലെ? ആ മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങളെ വർക്ക് ചെയ്യുന്നതിന്, നിങ്ങളെ പഠിക്കുന്നതിന്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ എയിം അത് അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ശക്തിയായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ആ ഒരു വിജയം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സക്സസ് കഥ ഉണ്ടായിരിക്കും അല്ലെ? അത്തരത്തിൽ രണ്ട്, അതായത് ഒരു മോട്ടിവേഷൻ സ്റ്റോറിയും ഒരു സക്സസ് കഥയുമാണ് ഇനി ഞാൻ പറയുന്നത്. അതായത് നമ്മളുടെ എല്ലാവരുടെയും റോൾ മോഡൽസ് അല്ലെങ്കിൽ മിക്ക ആൾക്കാരുടെയും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അമ്മമാരായിരിക്കും അല്ലെ? അപ്പോ ഇവിടെ അതേപോലെ അമ്മ നൽകിയ ഒരു മോട്ടിവേഷൻ കഥയാണ് പറയുന്നത്. അമ്മ നൽകിയ ഒരു മോട്ടിവേഷൻ കഥയാണ് പറയുന്നത്. സീത എന്ന ഒരു കുട്ടിയുടെ ലൈഫ് സ്റ്റോറിയാണ്. അതിന്റെ രണ്ട് ഘട്ടങ്ങളാണ്, ഒന്നൊരു മോട്ടിവേഷനും ഒന്ന് അവളുടെ സക്സസ് കഥയുമാണ് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ എന്താണ്? നമ്മൾ അവിടെ മോട്ടിവേഷൻ, മോട്ടിവേറ്റഡ് ആവുകയാണ് അല്ലെ? മോട്ടിവേഷൻ ആവുക എന്ന് പറയുമ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനാണ് പറയുന്നത്. സീതയുടെ 8ാമത്തെ വയസ്സിൽ സീതയുടെ അമ്മ പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. അപ്പൊ സീതയുടെ അമ്മ സീതയുടെ 8ാമത്തെ വയസ്സിൽ പറയുമ്പോൾ എന്ന് അവിടെ പറയുമ്പോൾ ഒരു നമ്പർ വരികയാണ് 8. അപ്പൊ 8 എന്നുള്ളത് ഓർക്കുക. മോട്ടിവേഷൻ സ്റ്റോറിയിൽ 8 എന്നുള്ളൊരു നമ്പർ വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്പർ ഓഫ് ഗോൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി കഥ ഇങ്ങനെ പോകാം. ദാരിദ്ര്യവും വിശപ്പും ഇല്ലാതാക്കാനായി സീതയുടെ അമ്മ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ചേർന്നു. അവിടെ സീതയുടെ അമ്മയും അച്ഛനും മാത്രമായിരുന്നു പഠിക്കാനായി വന്നത്. അവർ തുല്യരായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു. സീതയും സഹോദരങ്ങളും ജനിച്ചു അല്ലെ? കുട്ടികൾ ഉണ്ടായി. കുട്ടികൾ, ചൈൽഡ് മോർട്ടാലിറ്റി എന്നുള്ള ഒരു ടേമാണ്. സീതയും സഹോദരങ്ങളും ജനിച്ചപ്പോഴും അമ്മയുടെ ആരോഗ്യത്തെ അവർ പരിപാലിച്ചു. മാരകമായ രോഗങ്ങൾ വരാതെ സംരക്ഷിച്ച് സുസ്ഥിരമായ സഹകരണത്തോടെ ആ കുടുംബം വികസിച്ചു. നല്ലൊരു കഥയല്ലേ? ഈ കഥയിൽ കുറച്ചധികം പോയിന്റുകൾ പറയാനുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ദാരിദ്ര്യവും വിശപ്പും ഇല്ലാതാക്കാനായി. അപ്പൊ എന്താണ്? ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ എന്നുള്ളതാണ്. സീതയുടെ അമ്മ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ചേർന്നു. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി ഗോൾസ്. വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് നേടാൻ പറ്റുന്നത്? പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. അവിടെ സീതയുടെ അച്ഛനും അമ്മയും തുല്യരായിരുന്നു എന്നുള്ളൊരു വാക്ക് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? അവിടെയാണ് ജെൻഡർ ഇക്വാലിറ്റി. അവർ വിവാഹം കഴിച്ചു, കുട്ടികൾ ഉണ്ടാകുന്നു, സീതയും സഹോദരങ്ങളും ജനിച്ചു എന്നുള്ളൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ട് കഥയിൽ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി ആൻഡ് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. അമ്മയുടെ ആരോഗ്യത്തെ പരിപാലിച്ചു. മാരകമായ രോഗങ്ങൾ വരാതെ സംരക്ഷിച്ചു. കോംബാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസ്. സുസ്ഥിരമായി എൻഷുവർ എൻവോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. സുസ്ഥിരത എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിലിറ്റി എന്നുള്ള അർത്ഥത്തോടെയാണ്. ആൻഡ് സഹകരണത്തോടെ ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഡെവലപ്മെന്റ്. അങ്ങനെയാണ് ഒരു കുടുംബം വികസിക്കുന്നത്. എപ്പോഴും അമ്മയും അച്ഛനും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം വികസിക്കുന്നത് ആ കുടുംബത്തിലെ അമ്മയുടെയും അച്ഛന്റെയും സഹകരണത്തോടെ അത് മുന്നോട്ട് പോകുമ്പോഴാണ്. അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അത് കുട്ടികൾക്ക് മോട്ടിവേഷൻ ആണ് അല്ലെ? ഇവിടെയും അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സീതയുടെ അമ്മ, അല്ലെങ്കിൽ സീത കണ്ടു വളർന്ന സീതയുടെ അമ്മ പറഞ്ഞ ഈ ഒരു മോട്ടിവേഷൻ സ്റ്റോറി സീതയ്ക്ക് മോട്ടിവേഷൻ ആവുകയായിരുന്നു. അത്തരത്തിൽ സീതയുടെ സക്സസ് കഥ നമുക്കിനി എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. 17ാമത്തെ വയസ്സിൽ, അപ്പൊ 17 എന്ന് പറയുന്നതിനൊരു ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വെക്കാം. സീതയുടെ സക്സസ് കഥയാണ്. 17ാമത്തെ വയസ്സിൽ സീത വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മറികടന്നു നല്ല ആരോഗ്യം നേടി നല്ല വിദ്യാഭ്യാസത്തിനായി ചേർന്ന ഇടത്ത് വിവേചനം നേരിട്ടു. അപ്പൊ നല്ല ആരോഗ്യം നേടി, ആദ്യം നല്ല പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മറികടന്നു, പിന്നീട് നല്ല ആരോഗ്യം നേടി നല്ല വിദ്യാഭ്യാസത്തിനായി ചേരുന്നു. പക്ഷെ അവിടെ അവൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല, വിവേചനം നേരിട്ടു.
ശുദ്ധജലം എടുക്കാനോ വൃത്തിയിൽ നടക്കാനോ അവളെ അനുവദിച്ചില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെ. എങ്ങനെയൊക്കെയാണ് അവൾ വിവേചനം നേരിട്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ശുദ്ധജലം എടുക്കാനോ വൃത്തിയിൽ നടക്കാനോ അവളെ അനുവദിച്ചില്ല. അതുകൊണ്ടൊക്കെ അവൾ ഒട്ടും എനർജറ്റിക് ആയിരുന്നില്ല. പക്ഷെ അവൾ ഹാർഡ് വർക്ക് ചെയ്ത് സാമ്പത്തിക ഭദ്രത നേടി. അതായത് ഫിനാൻഷ്യൽ ഒരു എക്കണോമിക് ഗ്രോത്ത് അവിടെ സംഭവിച്ചു. പഠിച്ച 9ാം വർഷത്തിൽ അവൾ പുതിയൊരു സംരംഭം ആരംഭിച്ചു. ആ കോഴ്സ് ഒക്കെ അവൾ പൂർത്തിയാക്കി 9 വർഷങ്ങൾക്ക് ശേഷം അവൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 9 വർഷം. അപ്പൊ 9 എന്ന് പറയുന്ന നമ്പറിന് ഒരു പുതിയ പ്രത്യേകത ഇവിടെ വരികയാണ്. പഠിച്ച 9ാം വർഷത്തിൽ അവൾ പുതിയൊരു സംരംഭം തുടക്കം കുറിച്ചു. അവിടെ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ബിസിനസ് വിജയം നേടുകയും പുതിയ സിറ്റികളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അതിന് പ്രധാന കാരണം എന്തായിരുന്നു? അവളുടെ കമ്പനി പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലും ഉൽപാദനത്തിനും ഒക്കെ മികച്ചതായിരുന്നു എന്നാണ്. ഒരു ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത് അല്ലെ. അങ്ങനെ 13ാം തീയതി, 13 എന്ന് പറയുന്ന നമ്പറിന് വളരെ പ്രത്യേകതയുണ്ട്. ഒരു അൺലക്കി നമ്പർ ആണ് അല്ലെ. പൊതുവെ അൺലക്കി നമ്പർ എന്നുള്ള നിലയ്ക്കാണ് 13നെ പറയാറ്. അപ്പൊ 13ാം തീയതി അവൾ നടത്തിയ ഒരു ബിസിനസ് യാത്രയില് കാലാവസ്ഥാ മാറ്റം വന്നു. കാലാവസ്ഥാ മാറ്റം കൊണ്ട് എന്ത് സംഭവിച്ചു? സീത യാത്ര ചെയ്തിരുന്ന കപ്പൽ മുങ്ങിപ്പോയി. അവൾ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ, കടലിൽ മുങ്ങിക്കിടക്കുന്നു. പക്ഷെ 15ാം തീയതി അവളെ ആളുകൾ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. അപ്പം ജീവിതത്തിലെ ദുർഘടമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. പക്ഷെ അതിലൊന്നും അവൾ തോറ്റുപോവാതെയും പേടിച്ച് പിന്മാറാതെയും പിറ്റേന്ന് തന്നെ അവൾ സമാധാനത്തോടെ പുതിയ ബിസിനസ് ആരംഭിച്ച് കൂടുതൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അല്ലെ. നമ്മൾ എപ്പോഴും തോൽക്കാതെ പിന്മാറാതെ നമ്മൾ അതിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ വിജയം നേടുക അല്ലെ. അത്തരത്തിലുള്ള ഒരു കഥയാണ് സീതയുടെ സക്സസ് കഥ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 എണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നോ പോവർട്ടി എന്നുള്ളതാണ്. 17ാമത്തെ വയസ്സിൽ സീത പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ സീറോ ഹങ്കർ എന്നുള്ളത്. നോ പോവർട്ടി, സീറോ ഹങ്കർ ആദ്യ 2 ഗോളുകളാണ്. അതിനുശേഷം 3ാമത്തെ ഗോൾ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, നല്ല ആരോഗ്യം നേടുന്നു. ഗോൾ 4 നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഗോൾ 5 ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ വിവേചനം നേരിട്ടു എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഗോൾ 6 വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനൊക്കെയാണ്? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ളതാണ് ഗോൾ 6. അപ്പൊ ഇവിടെ സീതയുടെ ലൈഫിൽ ശുദ്ധജലം എടുക്കാനോ വൃത്തിയിൽ നടക്കാനോ സാനിറ്റേഷൻ എന്നുള്ള ടേമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊന്നും അനുവദിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്നുള്ള 7th ഗോളിനെ അവൾ ഒട്ടും എനർജി എന്ന ടേമുമായി കണക്ട് ചെയ്യുന്നു. 8 ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പം പക്ഷെ ഈ ഒരു ലൈഫിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അവള് ഹാർഡ് വർക്ക് ചെയ്ത് എക്കണോമിക് ഗ്രോത്ത് നേടി. അതാണ് ആദ്യ 8 പോയിന്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്, കഥയുടെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പഠിച്ച 9ാം വർഷം പുതിയ സംരംഭം ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഗോൾ 9 എന്താണ്? ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. ഗോൾ 10 റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി. അപ്പൊ ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചപ്പോൾ അവൾ അവളുടെ ലൈഫിൽ നേരിട്ട പ്രതിസന്ധികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവിടെ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ ശ്രമിച്ചു. ഗോൾ 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ബിസിനസ് ആകുമ്പോൾ പുതിയ സിറ്റീസിലേക്കൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമല്ലോ. അത്തരത്തിൽ പുതിയ സിറ്റികളിലേക്ക് വ്യാപിച്ചു. ഗോൾ 12 റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷനും കൺസംഷനും. അതിൽ അവളുടെ കമ്പനി പ്രൊഡക്റ്റ് മികച്ചതായിരുന്നു എന്നാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ടേണിംഗ് പോയിന്റ് ആണ് 13ാം തീയതി നടത്തിയ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഗോൾ 13 എന്ന് പറയുന്നത് എന്താ? അവിടെ കാലാവസ്ഥാ മാറ്റമാണ്, ക്ലൈമറ്റ് ചേഞ്ച്. എന്തും സംഭവിക്കാം അല്ലെ. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അങ്ങനെ സക്സസ് ആയി പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വീഴ്ച സംഭവിക്കാറുണ്ട്. ആ വീഴ്ചയാണ് നമ്മളുടെ ശക്തിയെ, നമ്മളുടെ സ്ട്രെങ്തിനെ അളക്കുന്നത് അല്ലെ. സീത അങ്ങനെ ഒരു യാത്ര പോയപ്പോൾ അവിടെ ക്ലൈമറ്റ് ചേഞ്ച്, ഗോൾ 13 ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഗോൾ 14 ലൈഫ് ബിലോ വാട്ടർ എന്നുള്ളതാണ്. അതായത് കപ്പൽ മുങ്ങിപ്പോയി, അവിടെ കടലിൽ കുടുങ്ങിക്കിടക്കുന്നു. 15 ലൈഫ് ഓൺ ലാൻഡ്, വീണ്ടും തിരിച്ചു വരുന്നു, രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ കഥയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിലാണ്. ആൻഡ് 16 പീസ് ആൻഡ് ജസ്റ്റിസ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. 17 പാർട്ട്ണർഷിപ്പ് ടു അച്ചീവ് ദി ഗോൾസ്. അപ്പോ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലൊന്നും തളരാതെ
അവൾ മുന്നോട്ട് പോകുന്തോറും അവൾക്ക് കൂടുതൽ സക്സസ് വരുന്നു. എങ്ങനെയാണ്? പീസ് അച്ചീവ് ചെയ്യാൻ, പീസ്, ജസ്റ്റിസ്, സമാധാനവും നീതിയും ഒക്കെ വരുന്നു. അത് അനുസരിച്ച് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, പുതിയ പാർട്ട്നേഴ്സ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് സക്സസ് സ്റ്റോറി. അപ്പൊ മോട്ടിവേഷൻ സ്റ്റോറിയും സക്സസ് സ്റ്റോറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ഒന്നുകൂടി നമുക്ക് റിമെമ്പർ ചെയ്യാം. അപ്പൊ ഇതാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെയും ഒരു പിക്ടോറിയൽ റിപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഫസ്റ്റ് വൺ ഇവിടെ ഫ്രം ദി MDGs എന്നുള്ള ടേമിൽ ഫസ്റ്റ് യെല്ലോ കളറിൽ കാണുന്ന ഒരു പാത്രത്തിലുള്ളത് ടു റാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് ഹങ്കർ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ, ചൈൽഡ് മോർട്ടാലിറ്റി, improve maternal health, combat diseases and ensure environmental sustainability, develop a global partnership. ഇത് വളരെ എളുപ്പം നിങ്ങൾക്ക് ആ കഥയിൽ നിന്ന് ഈ എല്ലാ പോയിന്റുകളെയും കണക്ട് ചെയ്ത് ഒരു കുടുംബം എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലായ്പ്പോഴും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നമ്മുടെ സക്സസിലേക്ക് നയിക്കുക. അത്തരം സക്സസിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ് ഇവിടെ നോ പോവർട്ടി. അതായത് ഇവിടെ ഇവർ അനുഭവിക്കുന്ന പുവർട്ടി, വിശപ്പും പട്ടിണിയും ഒന്നും നമുക്ക് വരുന്നില്ല. നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിഫ്ത്ത് പോയിന്റ് എന്താ? ജെൻഡർ ഇക്വാലിറ്റി. സിക്സ്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സെവൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. 8, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ കൃത്യമായി, അതായത് നല്ല ആരോഗ്യത്തോടു കൂടി നല്ലതുപോലെ പഠിച്ച് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് എനർജറ്റിക് ആയി ഒരു ഡീസന്റ് വർക്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വരുന്നതാണ് 9th പോയിന്റ്, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി, സസ്റ്റൈനബിൾ cities, responsible consumption and production. 13, climate change. Climate change എന്തൊക്കെയാണ്? ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ എർത്ത്, പീസ് ആൻഡ് ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർട്ട്ണർഷിപ്പ് ടു അച്ചീവ് ദി ഗോൾസ്. ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പം നിങ്ങൾ ആ ഒരു കഥ, സീതയുടെ സക്സസ് സ്റ്റോറീസ് കേട്ടാൽ മതി. വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. മറന്നു പോവാതെ നമുക്കൊരു കഥയിൽ കൂടി ഈ പോയിന്റുകളെല്ലാം പഠിക്കുമ്പോൾ 17 പോയിന്റും എങ്ങനെയാണ് ഒരാൾ വിജയത്തിലേക്ക് വരുന്നത് എന്നുള്ളതിന്റെ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ടും അതേപോലെ തന്നെ സക്സസ് സ്റ്റോറി ആയിട്ടും നിങ്ങൾ ഓർത്തു വെക്കുക. വളരെ എളുപ്പം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റുകളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു പാഠഭാഗം കൃത്യമായി എല്ലാവരും പഠിക്കുക. താങ്ക് യു.